ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. പുത്തൻ കാഴ്ചകളും പുത്തൻ വിശേഷങ്ങളും അതിഥിയും ആയി ഒരു പുതിയ സ്ഥലത്ത് നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് മോർണിംഗ് വൈബ്സ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയി അപ്പൊ നമുക്ക് ഒരു മണിക്കൂറങ്ങ് ചെലവിടാം അല്ലേ. അപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബിൽഡിംഗ്. ആ ഒരു ഫ്ലാഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും റഷ്യൻ ഹൗസിലാണ്, തിരുവനന്തപുരം സ്റ്റാച്യുവിലാണ് റഷ്യൻ ഹൗസ് ഉള്ളത്. അപ്പം നമ്മൾ പൊതുവേ ഈ ബിൽഡിംഗ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ഇന്ത്യ റഷ്യ ബന്ധം, അതോടൊപ്പം കേരളത്തിൽ ഈ ഒരു റഷ്യൻ ഹൗസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, കേരളവും റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധം, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും അറിവുകളും ഒക്കെ നമുക്ക് ഇതിനുള്ളിൽ നിന്നും അറിയാനുണ്ട്. അപ്പം ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് അതും അത്തരത്തിലുള്ള വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് റഷ്യൻ കൗൺസിൽ ഓഫ് ജനറലും അതോടൊപ്പം തന്നെ റഷ്യൻ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടറുമായ രതീഷ് സി നായരാണ് അതിഥിയായി നമുക്കൊപ്പം ചേരുന്നത്. അപ്പം നമുക്ക് നമ്മൾ ഈ റഷ്യൻ ഹൗസിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇതൊരു കൾച്ചറൽ സെന്റർ എന്നുള്ള നിലയിലാണ് പ്രധാനമായും ഇവിടെ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം കൗൺസിലായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണാം, അതായത് ഇവിടെ ഒരു റഷ്യൻ കൾച്ചറൽ ഫെസ്റ്റിവൽ, ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു സെന്റർ എന്നുള്ള തരത്തിലൊക്കെയാണ് ഇത് മെയിൻലി ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം ഇതിന്റെ വിശേഷങ്ങൾ, ഇത് ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അതിഥിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് നോക്കാം അല്ലെ. അപ്പം വാർത്തകളുമായി ഫാസ്റ്റ് ന്യൂസുമായി സുവി വിശ്വനാഥാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. സുവി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആര്യ. സുവി, ഞാൻ ഇവിടെ റഷ്യൻ ഹൗസിൽ എത്തി നിൽക്കുകയാണ്. ഇവിടുന്ന് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇന്നത്തെ ഒരു പ്രധാന വാർത്താ ചിത്രം എങ്ങനെയാണെന്നുള്ളത് നോക്കാം അല്ലേ. തീർച്ചയായും ആര്യ, ഇന്ന് നിരവധി വാർത്തകളാണുള്ളത്. കഴിഞ്ഞ ദിവസമാണ് CAA വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ നൽകാനുള്ളത്. ഏതായാലും CAA വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. മനുഷ്യരെ വേർതിരിക്കുന്ന ഇത്തരം നിയമം നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. നിയമം നടപ്പിലാക്കാതിരിക്കാനുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കാലത്ത് സാധിക്കണമെന്നും K സുധാകരൻ. CAA വിജ്ഞാപനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് തന്നെ CAA നടപ്പിലാക്കുവാൻ സമ്മതിക്കില്ലെന്ന് VD സതീശൻ. വിഷയത്തിൽ CPM-ഉമായി യോജിച്ച് സമരം നടത്തേണ്ട സാഹചര്യം ഇല്ലെന്നും VD സതീശൻ. CAA കേരളത്തിൽ നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടിയുമായി സുരേഷ് ഗോപി. നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങളെ പറ്റിക്കുകയാണ്. CAA കേരളം ആവേശത്തോടെ സ്വീകരിക്കും. നിയമ ഭേദഗതി ഇപ്പോൾ വന്നത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നും സുരേഷ് ഗോപി. പൗരത്വ നിയമ ഭേദഗതിയെ നിയമപരമായി ചോദ്യം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണിത്. ജനങ്ങൾ തന്നെ ഇത് ചോദ്യം ചെയ്യുമെന്നും സാദിഖ് അലി തങ്ങൾ. പൗരത്വ ഭേദഗതി നിയമം മതേതര ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമെന്ന് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ. തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ്. സമവായമില്ലാതെ നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും ആനി രാജ. തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിലെ വിവരങ്ങൾ കൈമാറാൻ SBIക്ക് നൽകിയ സമയപരിധി ഇന്ന് വൈകിട്ട് അവസാനിക്കും. ജൂൺ 30 വരെ സാവകാശം തേടി SBI സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് വിവരങ്ങൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൈമാറാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. മാർച്ച് 6-നുള്ളിൽ വിവരങ്ങൾ കൈമാറണമെന്നായിരുന്നു SBIക്ക് സുപ്രീംകോടതി ആദ്യം നൽകിയ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംവരണ ആവശ്യം ഉയർത്തി പ്രതിഷേധത്തിന് തുടക്കമിട്ട് ലിംഗായത്ത് സമുദായത്തിലെ ഒരു വിഭാഗം. കൽബുർഗിയിൽ പഞ്ചമശാലി ലിംഗായത്ത് വിഭാഗം ഇന്ന് കൺവെൻഷൻ സംഘടിപ്പിക്കും. ലിംഗായത്ത് സംവരണത്തിൽ സംസ്ഥാനത്ത് ഉപസംവരണം, കേന്ദ്രത്തിലെ OBC ക്വാട്ടയിൽ സംവരണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം.
BDJS സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. PJ ജോസഫ് വിഭാഗം മുൻ നേതാവ് മാത്യു സ്റ്റീഫൻ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാകുമെന്നും സൂചനകളുണ്ട്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാന പാദത്തിലേക്ക് കടന്നു. യാത്ര ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രവേശിക്കും. മഹാരാഷ്ട്രയിലെ യാത്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കും. യാത്ര വെള്ളിയാഴ്ച സമാപിക്കും. SFIO അന്വേഷണം ചോദ്യം ചെയ്യുള്ള KSIDC ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. KSIDC നോമിനിക്ക് CMRL കമ്പനിയിൽ നടന്നത് അറിയില്ലെന്ന് പറയുന്നത് യുക്തിരഹിതമാണെന്നാണ് ഹൈക്കോടതിയുടെ വിമർശന രൂപേണയുള്ള പരാമർശം. CMRLന്റെ സംശയകരമായ ഇടപാടുകളിൽ KSIDC ജാഗ്രത പുലർത്തിയില്ലെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ഇന്ന് ചേരും. രാവിലെ 10-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. വനം മന്ത്രി AK ശശീന്ദ്രൻ, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ MP, MLA-മാർ, പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ വഴിമുട്ടി പോലീസ്. 2ാം ദിവസത്തെ തെരച്ചിലിലും നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനാകാത്തതോടെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. വിജയന്റെ മരണത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം മറ്റ് 2 പ്രതികളായ മകൻ വിഷ്ണുവിന്റെയും ഭാര്യ സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യപ്രതികളായ 5 പേരെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. സിൻജോ ജോൺസൺ, RS കാശിനാഥൻ, അമീൻ അക്ബർ അലി, K അരുൺ, അമൽ ഇഹ്സാൻ എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. ഒരാഴ്ചയ്ക്കുള്ളിൽ CBI കേസ് ഏറ്റെടുക്കുമെന്നാണ് സൂചന. അഭിമന്യു കൊലപാതക കേസിൽ രേഖകൾ കാണാതായ സംഭവത്തിൽ ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ യുവ അഭിഭാഷക സമിതിയാണ് പരാതി നൽകിയത്. വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള 2 പ്രൈമറികളും റിപ്പബ്ലിക്കൻ പാർട്ടി കോക്കസും ഇന്ന് നടക്കും. മിസിസിപ്പി, ജോർജിയ എന്നിവിടങ്ങളിലെ പ്രൈമറികളുടെ ഫലം ഇന്ത്യൻ സമയം രാത്രി 7:15-ന് ലഭ്യമാകും. ഡെമോക്രാറ്റുകളുടെ കോട്ടയായ ഹവായിൽ നടക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോക്കസിന്റെ ഫലം 7:15-ന് ലഭിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണെന്ന് നോക്കി. താങ്ക് യു സുവി വിശ്വനാഥ്, ഫാസ്റ്റ് ന്യൂസുമായി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യൻ ഹൌസിലാണ് ഞാനുള്ളത്. റഷ്യൻ ഹൌസിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ റഷ്യൻ കൌൺസിൽ ഓഫ് ജനറൽ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. അതോടൊപ്പം റഷ്യൻ കൾച്ചറൽ സെന്റർ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. വെൽക്കം ടു ദി ഷോ സർ. അപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം എടുത്തു പറയേണ്ടത് ഈ റഷ്യൻ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടർ, അതായത് 80-ലധികം രാജ്യങ്ങളിൽ റഷ്യൻ കൾച്ചറൽ സെന്റർ ഉണ്ടെങ്കിലും അതിൽ റഷ്യക്കാരനല്ലാത്ത ഏക വ്യക്തിത്വമാണ് താങ്കൾ, അല്ലേ? ഈ ഒരു പദവിയിലേക്ക് എത്തിയത് തന്നെ ഒരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി തന്നെയാണ്. അദ്ദേഹത്തിന്റെ റഷ്യൻ ലാംഗ്വേജിനോടുള്ള സ്നേഹം, ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ റഷ്യ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ റഷ്യൻ ഹൌസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. അപ്പം സാർ, എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, അതായത് ഈ കോൺസുലേറ്റിന്റെ പ്രവർത്തനം കേരളത്തിൽ അതെങ്ങനെയാണ്, ഈ ഇന്ത്യ റഷ്യ ബന്ധവുമായിട്ട് അത് എങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. അതേക്കുറിച്ചൊന്ന് പറയാമോ? പല രാജ്യങ്ങൾക്കും മാതൃകയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അത് പലരും പറയുന്നത് പോലെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായതിനു ശേഷമോ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമോ ഉണ്ടായതല്ല അത്. ഈവൻ പുരാതനകാലം മുതൽ തന്നെ ഈ ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം സംസ്കൃതത്തിൽ നിന്നും 800ഓളം വാക്കുകളാണ് റഷ്യൻ ഭാഷയിൽ തന്നെ ഉള്ളത്. 800 കൂടുതൽ വാക്കുകളുണ്ട്. അതുപോലെ തന്നെ വളരെ കാലം മുമ്പ് തന്നെ 1000 വർഷം മുമ്പ് തന്നെ ഈ ഗുജറാത്തിൽ നിന്നും മറ്റും ആൾക്കാർ റഷ്യയിലെ അസ്ത്രഖാനിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള അവിടെ വ്യാപാരം നടത്തിയതിന്റെ ഒരു തെളിവുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. പക്ഷേ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ രേഖപ്പെടുത്തിയ ചരിത്രം ഇൻഡോ റഷ്യൻ ബന്ധത്തിൽ പറയുന്നത് റഷ്യക്കാരനായ അഫനാസി നികിതിന്റെ ഇന്ത്യയിലെ സന്ദർശനത്തോടു കൂടിയാണ്.
നമ്മളെല്ലാവരും പറയുന്നത് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി എന്ന് പറയുന്നത് വാസ്കോഡി ഗാമ എന്നുള്ളതാണ്. പക്ഷേ വാസ്കോഡി ഗാമ ഇന്ത്യക്കും യൂറോപ്പിനും ഇടയിലുള്ള ഒരു കടൽ മാർഗം, സമുദ്രമാർഗം കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ്, സഞ്ചാരിയാണത്. പക്ഷേ അതിനു മുമ്പ് തന്നെ വളരെ മുമ്പ് കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ഇറ്റലിക്കാരനായ നിക്കോൾ ഡി കോണ്ടി വാസ്കോഡി ഗാമയ്ക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയതാണ്. നിക്കോൾ ഡി കോണ്ടിക്ക് ശേഷം ഇന്ത്യയിലെത്തിയ ഒരു വിദേശി എന്ന് പറയുന്നത് റഷ്യക്കാരനാണ്. അദ്ദേഹം അഫനാസി നികുതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 1466 റഷ്യയിലെത്തിയതിൽ നിന്ന് തിരിക്കുകയും വോൾഗ വഴി റഷ്യയിലെ പല പട്ടണങ്ങളും വോൾഗയിൽ കൂടെ കടന്ന് അസ്ത്രഖാനിലെത്തി, പിന്നെ ദർബാനിലെത്തി, പിന്നെ ഇപ്പോഴത്തെ അസർബൈജാൻ വഴി, ഇപ്പോഴത്തെ ഇറാൻ വഴി, അന്നത്തെ പേർഷ്യ, അന്ന് അസർബൈജാൻ അറിയപ്പെടുന്നത് ഷിർവാൻ എന്നാണ്, പിന്നെ പേർഷ്യ ഇപ്പോഴത്തെ ഇറാൻ, പിന്നെ ഒമാനിലെത്തി. പിന്നീട് കടൽമാർഗം തന്നെ അദ്ദേഹം ഗുജറാത്തിലെത്തിയായിരുന്നു. ആനന്ദ്, ഇപ്പോഴത്തെ ആനന്ദ് ഡിസ്ട്രിക്റ്റിലുള്ള കമ്പാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്, കാമ്പി എന്ന് പറഞ്ഞ രണ്ടും കമ്പാത്തും കാമ്പി എന്നും പറയും. പിന്നീട് ഇതിനെത്തുന്നത് ബാമിനി സുൽത്താനത്തിന്റെ കാലത്ത്, വിജയനഗരം ബാമിനി സുൽത്താനേറ്റ് നിരവധി യുദ്ധങ്ങൾ നടന്ന സമയത്താണ് എത്തുന്നത്. ഈവൻ 1470 വിജയനഗര എംപയറിൽ നിന്നും ബാമിനി സുൽത്താനേറ്റ് ഗോവ പിടിച്ചടക്കിയ സമയത്ത് ഇദ്ദേഹം സാക്ഷിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം കോഴിക്കോട് എത്തി. അപ്പോൾ അതിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം ബഹുമാനപ്പെട്ട മേയർ, കോഴിക്കോട് മേയർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അദ്ദേഹം ഒരു കോർപ്പറേഷനിൽ പാസ്സാക്കി. കോർപ്പറേഷനിലെ കോഴിക്കോടത്തെ കസ്റ്റംസ് റോഡിന് അഫനാസി നികുതി റോഡ് എന്നുള്ള പേരിട്ടത്. അപ്പോൾ ഇൻഡോ റഷ്യൻ ബന്ധം 1555 വർഷം, അതായത് 1466 യാത്ര തുടങ്ങി. പിന്നീട് 1469 ഇന്ത്യയിലെത്തി അഫനാസി നികുതി എത്തിയെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലെത്തിയിട്ട് 555 വർഷമാവുകയാണ് ഈ 2024. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് 2024 എന്ന് പറയുന്നത് ഇൻഡോ റഷ്യൻ ബന്ധത്തിന്റെ 555 വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിരവധി പരിപാടികൾ ഇപ്പോൾ റഷ്യൻ ഹൗസിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ മുഴുവൻ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയും റഷ്യയിലും ധാരാളം പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഈ റഷ്യൻ ഹൗസിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം പരിപാടികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ശേഷം, അഫനാസിന് ശേഷം പറയുകയാണെങ്കിൽ ലേബിദവ്, ഗാരാസൻ ലേബിദവ് എന്ന് പറഞ്ഞ റഷ്യക്കാരൻ ഒരു യൂറോപ്യൻ രീതിയിൽ ഇന്ത്യയിൽ ഒരു തിയേറ്റർ സംവിധാനം കൊണ്ടുവന്നത് ഗാരാസൻ ലേബിദവാണ്. അത് 250-300 വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ട്രാവൻകൂറിൽ സ്വാതിരുന്നാൾ ഭരിച്ച സമയത്ത് ട്രാവൻകൂറിൽ ഒരു റഷ്യൻ പ്രിൻസ് എത്തിയിട്ടുണ്ടായിരുന്നു, പ്രിൻസ് ഷാൾത്തിക്കോവ്. അദ്ദേഹം ഒരു ചിത്രകാരനും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ സ്വാതിരുന്നാൾ ഉൾപ്പെടെ, അന്നത്തെ തിരുവിതാംകൂർ ഉൾപ്പെടെ അദ്ദേഹം വരച്ചു തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത നിക്കോളായ് റോറിച്ച്, റേരിഖ് എന്നാണ് നമ്മൾ പറയുന്നത്, നിക്കോളായ് റേരിഖ്. അപ്പോൾ നിക്കോളാസ് റോറിച്ച് എന്ന് ഇംഗ്ലീഷ് പറയും, നിക്കോളായ് റേരിഖ്. അദ്ദേഹത്തിന്റെ 150-ാം ജന്മദിനവും അദ്ദേഹത്തിന്റെ മകൻ സെറ്റസ്ലാവ് റോറിച്ചിന്റെ 120-ാം ജന്മവാർഷികവുമാണിത്. നിക്കോളായ് റോറിച്ച് ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ റഷ്യക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനുള്ളതാണ്. അദ്ദേഹം ഹിമാലയത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ എലീന റോറിച്ച് അത് അഗ്നിയോഗയുടെ ഒരു വക്താവായിട്ട് മാറിയിരുന്നു. അപ്പോൾ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ഫിലോസഫി കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു. ഹിമാലയമാണ് അദ്ദേഹത്തിന്റെ ഹിമാലയത്തിന്റെ പശ്ചാത്തലമാണ് അദ്ദേഹം കൂടുതൽ വരച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മകനാണ് സെറ്റസ്ലാവ് റോറിച്ച്. നിങ്ങൾക്കറിയാൻ പറ്റും, ദേവിക റാണി, ഹിന്ദി നടി ദേവിക റാണിയുടെ ഹസ്ബൻഡാണ് സെറ്റസ്ലാവ് റോറിച്ച്. നമ്മുടെ 2004 അന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അന്നത്തെ റഷ്യൻ കൾച്ചർ സെന്റർ, ഇപ്പോഴത്തെ റഷ്യൻ ഹൗസിനടുത്തുള്ള റോഡിന് റോറിച്ചിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഐക്യ ഗുജറാളും അന്നത്തെ മേയർ കൂടെ ചേർന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇൻഡോ റഷ്യൻ ബന്ധത്തിന്റെ ഈ ഡൗൺ മെമ്മറി ലൈൻ എന്ന് പറഞ്ഞത് വളരെയധികം ധാരാളം മൈൽ സ്റ്റോൺസ് ഉള്ളതും, അതുപോലെ തന്നെ എല്ലാ വർഷവും എന്തെങ്കിലും ജൂബിലി നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന, ഒരു വാർഷികം ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ നിരവധി സംഭവങ്ങളും നിരവധി എല്ലാ വർഷവും ഉണ്ടാവും പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇൻഡോ റഷ്യൻ ബന്ധം എന്ന് പറയുന്നത് ഒരു ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അത് നമ്മൾ ഈ റഷ്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് സോഫ്റ്റ്വെയർ ഡിപ്ലോമസിക്ക് ഏറ്റവും അനുയോജ്യമായ 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് സാംസ്കാരിക വിനിമയ പരിപാടികളിലൂടെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അതുപോലെ ചരിത്രം പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതുവഴിയുള്ള ജനങ്ങൾ തമ്മിലുള്ള ബന്ധം വളർത്തുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നിരവധി വിസിറ്റുകൾ ഉണ്ടായിട്ടുള്ള, നിരവധി ആൾക്കാരാൽ പ്രശസ്തമായ അല്ലെങ്കിൽ കൂട്ടിയുറപ്പിക്കപ്പെട്ട ഒരു ബന്ധമാണ് ഇന്ത്യൻ റഷ്യൻ തമ്മിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ്
തിരുവനന്തപുരത്ത് റഷ്യൻ കൾച്ചർ സെൻ്ററും തുടങ്ങിയത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായത്. പക്ഷേ ആ വർഷം തന്നെ ഏപ്രിൽ 12 അതായത് 1947 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയൻ ഇന്ത്യയിൽ എംബസി തുടങ്ങിയിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മുടെ ട്രാവൻകൂർ ഹൗസിലാണ് സോവിയറ്റ് യൂണിയൻ ആദ്യമായിട്ട് എംബസി തുടങ്ങിയത്. പിന്നീട് എംബസി മാറി ആദ്യത്തെ സോവിയറ്റ് കൾച്ചർ സെന്റർ ഡൽഹിയിൽ തുടങ്ങുന്നതും പിന്നീട് ഇതേ ട്രാവൻകൂർ ഹൗസിലാണ്. അതിനുശേഷം സോവിയറ്റ് യൂണിയന്റെ സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് ചെന്നൈയിലും ബോംബെയിലും കൽക്കട്ടയിലും സോവിയറ്റ് കൾച്ചർ സെന്റർ തുടങ്ങി. പിന്നീട് 1975 തിരുവനന്തപുരത്തും 5ാമത്തെ സെന്റർ തുടങ്ങി. അപ്പോൾ ആ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പിന്നീട് റഷ്യൻ കൾച്ചർ സെന്ററായിട്ട് മാറിയ അന്നത്തെ സോവിയറ്റ് കൾച്ചർ സെന്റർ. അതായത് ഈ ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് ഇന്ത്യയിലാണ് 5 സെന്റർ. ബാക്കി പല രാജ്യങ്ങളിലും 1-2 അങ്ങനെ ഉണ്ടാവും. ഞാൻ പറയുന്നത് കോൺസെപ്റ്റ് അല്ല, റഷ്യൻ കൾച്ചർ സെന്റർ. എനിക്ക് തോന്നുന്നു കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡിപ്ലോമാറ്റിക് ബന്ധം, 2 ഗവൺമെന്റുകൾ തമ്മിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് ബന്ധത്തിന്റെ ചാനലായിട്ട് നമ്മുടെ ഈ കോൺസുലേറ്റും ഈ ജനങ്ങളുടെ ആ ഒരു കൾച്ചറൽ ബന്ധം അതിന്റെ ഒരു ചാനലായിട്ട് ഈ ഒരു കൾച്ചറൽ സെന്ററും പ്രവർത്തിക്കുന്നു എന്ന് വേണോ കരുതാൻ? അതെ, അതായത് നേരത്തെ പറഞ്ഞ സോഫ്റ്റ് പവർ ഡിപ്ലോമസി അല്ലെങ്കിൽ സാംസ്കാരിക വിനിമയ പരിപാടികൾ, കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക, അതിനു വേണ്ടിയിട്ടാണ് കൾച്ചർ സെന്റർ ഉള്ളത്. സാധാരണ രീതിയിൽ എംബസി അറിയാലോ, ഒരു രാജ്യത്തെ മറ്റു രാജ്യത്തെ പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റിക് മിഷനാണ്. അംബാസഡറാണ് അതിന്റെ ഹെഡ്. അംബാസഡറാണ് രാജ്യത്തിന്റെ മുഴുവൻ ചാർജുള്ള മറ്റൊരു രാജ്യത്തിന്റെ പ്രതിനിധി എന്ന് പറയുന്നത്. അത് കോമൺവെൽത്ത് രാജ്യങ്ങളാകുമ്പോൾ അത് ഹൈക്കമ്മീഷണറായിട്ട് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ എംബസിയുടെ കീഴിൽ ഈ റീജിയനായിട്ട് തിരിച്ചിട്ടുള്ള ഒരു കോൺസുലർ സർവീസാണ് കോൺസുലേറ്റ് ഉള്ളത്. കോൺസുലർ സർവീസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ബേസിക്കലി ഈ സെൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയും നമ്മൾ. അതായത് അയക്കുന്ന രാജ്യം, ഏത് രാജ്യത്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള ഒരു കോൺസുലർ സർവീസസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ലീഗൽ സർവീസസ് ഉണ്ടാവും. ഇതുകൂടാതെ ട്രേഡ്, പിന്നെ സാംസ്കാരികപരമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കുക, ട്രേഡ്, ഇതൊക്കെയാണ് ഈ കോൺസുലേറ്റിൻ്റെതായിട്ടുള്ളത്. ഒരു സ്ഥലത്ത് ഒരു രാജ്യത്തിന് അവരുടെ പ്രതിനിധിയെ അയക്കാൻ പറ്റിയില്ലെങ്കിൽ, പക്ഷെ അവിടെ ഒരു കോൺസുലേറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ റിസീവിംഗ് സ്റ്റേറ്റിന്റെ, ഇപ്പൊ റഷ്യ ഇന്ത്യയും തമ്മിലാണെങ്കിൽ ഇന്ത്യക്ക് ഒരു ഓണററി കോൺസുലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ റിസീവിംഗ് സ്റ്റേറ്റിലെ സിറ്റിസന് ആ ചുമതല നൽകുന്നതാണ് ഈ ഓണററി കോൺസുലേറ്റ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ കേരളത്തിൽ വരുന്ന റഷ്യക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ ഇടപെടുക. അപ്പോൾ അത് അറസ്റ്റ് ആവാം, ചിലരുടെ മരണം സംഭവിക്കാം, അങ്ങനെ ഉണ്ടാവും. പാസ്പോർട്ട് വേണമെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് ഹയർ അതോറിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പാസ്പോർട്ട് തിരിച്ചെടുക്കാൻ സഹായിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അത് ട്രേഡിൻ്റെ കാര്യം, എഡ്യൂക്കേഷൻ, ട്രേഡ്, ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഓണററി കോൺസുലേറ്റിന്റെ ഡ്യൂട്ടിയിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇവിടെ എത്ര റഷ്യൻ സിറ്റിസൺസ് ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്നുണ്ട്? കേരളത്തിൽ സ്ഥിരമായി താമസിക്കുന്ന 150ഓളം പേരുണ്ടാവും. അതിൽ പലരും റഷ്യയിൽ പഠിക്കാൻ പോയ ആൾക്കാർ കല്യാണം കഴിച്ചു വന്ന് താമസിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ ഇത് കൂടുതലും ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതായത് വന്നിട്ട് തിരികെ പോകാത്തവര്. വന്നിട്ട് തിരികെ പോകാത്തവർ ഞാൻ ഉദ്ദേശിച്ചത് 2 ഗ്രൂപ്പായിട്ട് എടുക്കാം. ഒന്ന് സ്ഥിരമായി കല്യാണം കഴിച്ച് അവിടെ കുടുംബമായി താമസിക്കുന്നവർ, പിന്നെ രണ്ടാമത് ടൂറിസ്റ്റായിട്ട് വന്നു പോകുന്നവർ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിൽ തന്നെ ഈ നമ്മൾ സാറിന് ഈ ഡൗൺ ഷിഫ്റ്റിംഗ് എന്ന് പറയും. അതായത് റഷ്യയിൽ വിന്റർ ആകുമ്പോൾ 6 മാസത്തേക്ക് ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട്, കൂടുതൽ കാലത്തേക്ക്. അത് കൂടുതലും ഗോവയിലൊക്കെ കാണുന്ന ഒരു ഇതാണ്. ഇപ്പം വർക്കലേക്ക് അതുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ ഈ സാധാരണ ടൂറിസ്റ്റായിട്ട് വന്ന് 1-2 ആഴ്ച താമസിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് അറിയുക, ഇടപെടുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ഓണററി കോൺസുലേറ്റിന് മറ്റൊരു ചുമതല കൂടിയുള്ളത്, റഷ്യ പിന്നെ കൂടംകുളത്ത് ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്, പണിയുന്നുണ്ട്. മൊത്തം 6 ബ്ലോക്കാണുള്ളത്. 2 ബ്ലോക്ക് തീർന്നത്. അത് അവിടെ റഷ്യൻ സയന്റിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ റഷ്യയുടെ പ്രോജക്റ്റാണത്, ഇൻഡോ റഷ്യൻ പ്രോജക്റ്റാണത്, റഷ്യയുടെ ടെക്നോളജിയാണ്. അപ്പോൾ കൂടംകുളം തമിഴ്നാട്ടിലാണെങ്കിലും ചെന്നൈയിൽ നിന്ന് വളരെ ദൂരെയാണ്. ട്രിവാൻഡ്രം ആണെങ്കിൽ തൊട്ടടുത്താണ്. ട്രിവാൻഡ്രം നമ്മൾ പറയുന്ന ഒരു ഗേറ്റ് വേ ആണ് കൂടംകുളത്തേക്കുള്ള. ഈ എയർപോർട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ വെൽഫെയറും ഇവരുടെ വിസിറ്റും വരുന്ന സമയത്തും നമുക്ക് അതിൽ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമുണ്ട്.
ഉദാഹരണമായിട്ട് റഷ്യൻ അറ്റോമിക് കമ്മീഷൻ ജനറൽ ഡയറക്ടർ അടുത്തടുത്ത് വന്നിരുന്നു. ആ സമയത്തെല്ലാം തന്നെ നമ്മുടെ സർവീസ് സസ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. നല്ലൊരു അവിടെ അവർക്ക് കൂടുതലും കോൺട്രാക്റ്റൊക്കെ ഉള്ളത് കിംസുമായിട്ടാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അസുഖം വന്നാലും നമ്മൾ കിംസുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതും അതിനൊക്കെ ട്രിവാൻഡ്രം ഓണറി കോൺസുലേറ്റാണ് ചെന്നൈക്കാലും അവർക്ക് കൂടുതൽ ആയിട്ടുള്ളത്. ഓ ശരി ശരി. അപ്പം താങ്കൾ ഈ റഷ്യൻ കൗൺസിലേറ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. അതായത് 20 വർഷത്തിലധികമായ ആ ഒരു കൗൺസിൽ പദവിയിൽ താങ്കൾ ഉണ്ടല്ലേ? അല്ല, 2008ലാണ് ഓണറി കോൺസുലേറ്റ് തുടങ്ങുന്നത്. 2000ലാണ് ഈ റഷ്യൻ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടറായിട്ട് 20 വർഷത്തിലധികമായി. 24 വർഷമായി. 24 വർഷം. 2000 മറ്റേ 2008ലായിരുന്നു. അതെ. അപ്പം ഈ കാലയളവിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. അതായത് ഈ ഒരു നേരത്തെ പറഞ്ഞു, അതായത് ഇപ്പോൾ ഒരു റഷ്യൻ പൗരൻ നമ്മുടെ കേരളത്തിൽ വന്ന് അവരെ സ്ഥിരതാമസമാക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയിലും എന്ത് സംഭവിച്ചാലും അതിപ്പോ ഒരു വിസയുടെ ഡിലേ മാത്രമല്ല, അവർക്കെതിരെ ഒരു കേസ് വരികയാണ്, ഒരു മരണം സംഭവിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം ഏൽക്കേണ്ട ഒരു ചുമതലയാണ്. അപ്പം അങ്ങനെ കൈകാര്യം ചെയ്തതിൽ ഓർത്തിരിക്കുന്ന ഒരു അനുഭവം അത് പറയാമോ? ഈ ഓണറി കൗൺസിൽ ബേസിക്കലി എല്ലാ കൗൺസിലർമാരും ഒരു എന്താ പറയുന്ന മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ധാരാളം പുണ്യപ്രവർത്തി ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രൊഫഷനാണ് അത്. പ്രൊഫഷൻ എന്ന് പറയാമെങ്കിൽ അത് കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും കുരുക്കിൽപ്പെടുകയോ അല്ലെങ്കിൽ അസുഖം വരികയോ അല്ലെങ്കിൽ പാസ്പോർട്ട് കളയുകയോ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന അവസരങ്ങൾക്കുണ്ടാണെങ്കിൽ പെട്ടെന്ന് ഒരു വല്ലാത്ത അവസ്ഥയാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ രാജ്യത്തിലെ പ്രതിനിധി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിക്കാനും ഒരു സഹായത്തിന് ആളുണ്ടാവുകയും ചെയ്യാന്നുള്ളത് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഓണറി കൗൺസിൽ ആയതിനു ശേഷം ഒരു 7-8 പേര് മരിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിലൊരു പ്രധാന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഈ ബന്ധുക്കളെ വിളിച്ച് ഫോൺ ചെയ്തിട്ട് അവർ ടൂറിസ്റ്റായിട്ടൊക്കെ വന്നതായിരിക്കുമല്ലോ, അപ്പം എന്ന് തിരിച്ചു വരും എന്ന് കാത്തിരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അവർക്കറിയാം ഇന്ത്യയിൽ നിന്നൊരു ഫോണാണ്, ഒരു പരിചയമില്ലാത്തൊരു ഫോണാണ്, വിളിച്ചിട്ട് ഈ കാര്യം പറയാനുണ്ട്, അത് നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ മകനോ അച്ഛനോ ആരോ മരിച്ചുപോയി എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ ഒരു 8 പ്രാവശ്യം അത് ഉണ്ടായിട്ടുണ്ട്. അത് എംബസി വഴി ചിലപ്പോൾ അറിയിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പം വിളിച്ച് പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർ ഉടനെ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയാണ് നാളെ വരില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇടപെടുന്നത് കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലാവുന്ന ആൾ അപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ കാശുണ്ടാവില്ല. അപ്പോൾ അവരുടെ മകനെയോ മകളെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ വൈഫിനെയോ വിളിച്ചിട്ട് അത് അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ശരിയായ സമയത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ പലരെയും ജീവൻ രക്ഷിക്കാൻ വരെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെയധികം ചരിത്രം നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മാസത്തിനിടയിൽ 1-1.5 മാസത്തിനിടയിൽ നടന്ന 3 സംഭവം ഞാൻ പറയാം. അത് ഒന്ന്, റഷ്യയിലൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇന്ത്യയിലേക്ക് ഈ നമ്മുടെ സാറ്റലൈറ്റ് ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. അപ്പം അദ്ദേഹം ഇന്തോനേഷ്യയിൽ ഫാമിലിയായിട്ട് പോയതാണ്. ക്രൂസിന് പോയി അവിടെ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അദ്ദേഹം സാറ്റലൈറ്റ് ഫോൺ കരുതിയിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലേക്ക് ആയുർവേദത്തിന് വന്നത്. ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ അറിയില്ലായിരുന്നു. തിരിച്ചു പോയപ്പോൾ ഒബിയസ്ലി നമ്മളത് ഇന്ത്യയുടെ നിയമത്തിനെതിരാണ്. സാറ്റലൈറ്റ് ഫോൺ ഇപ്പോൾ ടെലിഗ്രാഫ് റൂളിനും സാറ്റലൈറ്റ് റൂളിനും എതിരാണ് അത് കൊണ്ടുവരിക എന്നുള്ളത്. ഒബിയസ്ലി ഈ ഗോട്ട് അറസ്റ്റഡ്. അപ്പോൾ അത് ഇവിടെ സഹായിക്കുന്ന പോലീസുകാരാണ്. ശരിക്കും അവർക്ക് വളരെയധികം സഹായമാണ് ഈ ഫോറിൻ. നമുക്ക് റഷ്യക്കാർക്ക് വേണ്ടി മാത്രമല്ല, മിക്കവാറും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ അനുഗ്രഹമാണ് ഈ പോലീസിന്റെ സഹകരണം. വലിയേറെ പോലീസിൽ നിന്ന് വിളിച്ചു. പെട്ടെന്ന് ഞാനൊരു അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്തു, 2 എന്താ പറയുക ജാമ്യക്കാരെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം റിമൈൻഡ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടു, ജയിലിലേക്ക് പോയില്ല എന്നുള്ളത്. അത് 2-3 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. മറ്റൊരു സംഭവം, ഒരാൾ മരിച്ചു, കഷായത്തിന് മുങ്ങി മരിക്കുക ചെയ്തു വർക്കിൽ വെച്ചിട്ട്. അപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ റിലേറ്റീവിനെ അറിയിക്കുന്നു. അപ്പോൾ സിസ്റ്ററെയാണ് അറിയിച്ചത്. സിസ്റ്റർ അത് ഇൻഷുറൻസായിട്ട് ബന്ധപ്പെടുന്നു. അവരുടെ ഒരു പാർട്ണർ ബോംബെയിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ സാറിന് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഫോറിനർ മരിക്കുന്നു,
അവരെ നമ്മുടെ പോലീസ് അത് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നു, ഗവൺമെന്റ് ഇത് പ്രോപ്പർ ചാനൽ എംബസി അറിയിക്കുന്നു. ഈ ടൈം എടുക്കും. എംബസിയിൽ നിന്ന് ഒരാൾ വരികയോ മറ്റോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കോൺസുലേറ്റിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ബോംബെയിൽ നിന്ന് വരുമ്പോൾ ഇത് ഏകദേശം ഒരു 15-20 ദിവസം അറിയും, ഇത് കഴിയുമുണ്ട്, നോർത്ത് ഇടിക്കേണ്ടി വരും. അതിനുശേഷം അവരുടെ റിലേറ്റീവ്സൊക്കെ അറിഞ്ഞ് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഈ സാധനം ഉണ്ടാവാറുണ്ട്. പിന്നെയുള്ളത് ഈ ഇപ്പോൾ എയർപോർട്ടിൽ ചിലപ്പോൾ ട്രസ്പാസ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, പോലീസിൻ്റെ കൂടൊപ്പം തന്നെയാണ് നമ്മുടെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ. അവരും ശരിക്കും ഫോറിനേഴ്സിനെ സഹായിക്കുന്നവരാണ്. മൂന്നാമത്തെ ഇൻസിഡൻറ്റ് അടുത്ത കാലത്തുണ്ടായത്, നമ്മുടെ എയർപോർട്ടിൽ 2 റഷ്യൻസ് വന്നു. അപ്പോൾ അവരുടെ പഴയ പാസ്പോർട്ടിലായിരുന്നു വിസ. ആ പാസ്പോർട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒബിയസ്ലി അത് എങ്ങനെ അവിടെ നിന്ന് എയർലൈൻകാർ കയറ്റി വിട്ടു എന്നറിയില്ല. പക്ഷേ ഇവരെ കൃത്യമായിട്ട് തന്നെ അവരെ സഹകരിക്കുകയും ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ FRROയും ഓഫീസും അവരുടെ കീഴിലുള്ള ഇമിഗ്രേഷനും അതുപോലെ പോലീസ്, ഹെൽത്ത്, ഇതെല്ലാം തന്നെ ഈ ടൂറിസ്റ്റുകളെ ഒത്തിരി സഹായിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ്. അതെ അതെ. താങ്കളുടെ ഈ ഒരു കൗൺസിൽ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ, മികവുറ്റ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ ഡയറക്ടർ എന്നുള്ള നിലയിലുള്ള കൾച്ചറൽ സെന്ററിന്റെ അതിന്റെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ പരിഗണിച്ചായിരിക്കും എന്തായാലും ഉറപ്പായിട്ടും വ്ളാഡിമിർ പുടിന്റെ കയ്യിൽ നിന്ന് ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു ബഹുമതി താങ്കളെ തേടിയെത്തിയിരുന്നു ഈ അടുത്ത കാലത്താണ്. അതിന് ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റുലേഷൻസ്. അപ്പം അത് ലഭിച്ചപ്പോൾ ഉണ്ടായ ഒരു അഭിമാന മുഹൂർത്തമാണ്. ഓഫ് കോഴ്സ് ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അല്ല, ഇതിപ്പോ നമ്മുടെ മറ്റെല്ലാ രാജ്യങ്ങളുള്ളതുപോലെ 3 തരത്തിലുള്ള ബഹുമതിയാണ് അവിടെ ഉള്ളത്. അതിലൊന്ന് മെഡൽ, പിന്നീടാണ് ഓർഡർ എന്ന് പറയുന്നത്, ഷെവ്ലിയാർ എന്നൊക്കെ പറയുന്നത്, പിന്നെ മുകളിലുള്ളതാണ് ഹീറോ ഓഫ് റഷ്യ എന്ന് പറയുന്നത്, നമ്മുടെ ഭാരത് എന്ന് പറയുന്നത്. ഓർഡർ തന്നെ പലതരം ഓർഡർ ഉണ്ട്. അതിൽ ഫോറിനേഴ്സിന് കൊടുക്കുന്ന, സാറിന് കൊടുക്കുന്ന ഒരു ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ് ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അതിന് മുമ്പ് വ്ളാഡിമിർ പുടിൻ തന്നെ ഒപ്പിട്ട പുഷ്കിൻ മെഡൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ നിന്നും 2 മെഡലും, പിന്നെ മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ ഒരു മെഡലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹം കഴിഞ്ഞ വർഷം മാർച്ച് 26-നാണത് സൈൻ ചെയ്തത്. അത് വളരെ അഭിമാനം തോന്നിയ ഒരു മുഹൂർത്തമായിരുന്നു. അതൊരു അംഗീകാരം മാത്രമല്ല, ഇനി കൂടുതൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണത് ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഒരു അപൂർവ ബഹുമതി ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ഒരു എന്താ പറയുന്നത് എളിമയോടുകൂടി സ്വീകരിക്കുകയും കൂടുതൽ കമ്മിറ്റഡ് ആവുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു കൗൺസിൽ പദവിയിലേക്ക് ഒരു മലയാളി എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ള വലിയൊരു ആകാംക്ഷ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പം സാർ പഠനത്തിന്റെ ആവശ്യമായിട്ടാണല്ലേ ആദ്യം റഷ്യയിലേക്ക് പോകുന്നത്. അതിനുശേഷം റഷ്യയിലെത്തി ഈ കൗൺസിൽ എന്നുള്ള വലിയ പദവി വരെ എത്തിയ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഓണറി കൗൺസിൽ എന്ന് പ്രത്യേകം പറയേണ്ടി വരും. ഞാൻ പറഞ്ഞത് ആക്ച്വലി ഞാൻ പഠിക്കാൻ തന്നെയാണ് പോയത്, മെഡിസിൻ പഠിക്കാൻ തന്നെയാണ് പോയത്. പക്ഷേ ഞാൻ വേറെ റിപ്പബ്ലിക്കിലായിരുന്നു. അപ്പോൾ റഷ്യൻ ഫെഡറേഷൻ, ഇപ്പോഴത്തെ റഷ്യൻ ഫെഡറേഷൻ ആയിരുന്നില്ല. പിന്നീട് അത് സോവിയറ്റ് യൂണിയൻ ഞാൻ ഉണ്ടായിരുന്ന സമയത്താണ്, അവിടെ ഉണ്ടായിരുന്ന പഠിക്കുന്ന സമയത്താണ് സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തതും. പിന്നീട് ഈ നമ്മുടെ എഡ്യൂക്കേഷൻ മറ്റ് പുതിയ രാജ്യങ്ങളായി തമ്മിലുള്ള എഗ്രിമെന്റ് ഇതൊക്കെ മാറുമല്ലോ. അപ്പോൾ തന്നെ പഠിത്തത്തിനോടൊപ്പം തന്നെ ഞാൻ ചെറിയ ബിസിനസ്സൊക്കെ അവിടെ തന്നെ തുടങ്ങിയിരുന്നു. പക്ഷേ നമ്മുടെ ഈ പഴയ ഹൗസ് ഓഫ് സോവിയറ്റ് കൾച്ചർ സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേറ്റിന് ശേഷം അത് അടച്ച് പൂട്ടുകയുണ്ടായി. ഏകദേശം 9 വർഷത്തോളം ഇത് അടഞ്ഞു കിടന്നു. 2000-ൽ ഇത് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികൾക്ക് അത് മുൻകൈ എടുത്തത് ഞാനാണ്. കാരണം അന്ന് റഷ്യൻ ഫെഡറേഷൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഇത് റീഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകൾ പഠിക്കുകയും അത് റീഓപ്പൺ ചെയ്തതും. അപ്പോൾ അതിനെ തുടർന്നാണ് ഇത് റഷ്യൻ കൾച്ചർ സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് മാറിയത്. പക്ഷേ പിന്നീട് ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടി വരുന്നു. അതുപോലെ ലാൻഡ് റഷ്യൻ ഗവൺമെൻറ് ലാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമുണ്ട്. ടൂറിസ്റ്റുകളുടെ എണ്ണം, കുടംകുളത്തെ പ്ലാന്റ് വരുന്ന റഷ്യക്കാർക്ക് വേണ്ടി സഹായം ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചാണ് അന്ന് റഷ്യയുടെ അംബാസഡറായിരുന്ന വച്ചസ്ലാവ് ത്രൂബിനിക്കോവ് അദ്ദേഹം റഷ്യൻ ഗവൺമെൻറ് എഴുതുകയും പിന്നീടത് റഷ്യൻ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യും. പിന്നീടത് ഇന്ത്യൻ പ്രസിഡന്റ് അത് സ്പെഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി അപ്പോയിൻമെൻറ്റിനെ അംഗീകരിക്കുകയും ചെയ്തത്. ഇതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാഷയും അറിയാവുന്നുള്ളത് കൊണ്ട്, കാരണം പഠനം മുഴുവൻ റഷ്യൻ ഭാഷയിലായിരുന്നു അത്. അപ്പോൾ അതൊക്കെ ഇതിനൊരു സഹായമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാവുന്നു. എനിക്ക് തോന്നുന്നു ഒരു വല്ലാത്ത ഒരു സ്നേഹം സാറിന് റഷ്യൻ ഭാഷയോടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പം ഈ ചെറുപ്പം മുതൽ ഈ റഷ്യൻ ഭാഷ പഠിച്ചിരുന്നോ അതോ ഈ റഷ്യയിൽ പോകുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ ഭാഷാ പഠനത്തിലേക്ക് പോയത്? ഈ സാധാരണ ഈ റഷ്യയിലൊക്കെ ഇതുപോലെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ റഷ്യനിലായിരിക്കും സാധാരണ ഇന്റർവ്യൂ ഉള്ളത്. അപ്പോൾ അവർ ചോദിക്കും എങ്ങനെയാണ് റഷ്യൻ സംസാരം. അപ്പോൾ സാധാരണ ഞാൻ പറയുന്നതൊക്കെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ തമാശയല്ല, നടന്ന സംഭവമാണ്. ഞാൻ 89 സെപ്റ്റംബർ 2 ആദ്യം റഷ്യയിലെത്തുന്നത്. ഇപ്പോൾ ആ ഹോസ്റ്റലിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു 5 നിലയുള്ള ഒരു ഹോസ്റ്റലാണ്. വെക്കേഷന് പോയിട്ടുള്ള സീനിയേഴ്സ് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 1-2 ദിവസം ആക്ച്വലി പട്ടിണിയായിരുന്നു. കാരണം ചില ഭാഷ അറിയില്ല, നമുക്ക് പറ്റാത്ത ഒരു ഫുഡുമാണ് അവിടെ ഉള്ളത്. എന്ത് ചെയ്യുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സാധാരണ എവിടെ പോലും കഴിക്കാൻ പറ്റുന്നതൊന്നും ആപ്പിളും എഗ്ഗുമാണ്. പക്ഷെ വെച്ചാൽ കുറച്ച് ഒരു ബസാറിലേക്ക് പോകാം. ഹോസ്റ്റലിന് ഓപ്പോസിറ്റ് തന്നെ ഒരു ബസാറുണ്ട്. അതൊരു പൊട്ടാറ്റോ ഉണ്ടോ നമ്മുടെ അത് പൊട്ടാറ്റോ ഉണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നി ഇതിൻ്റെ പേരെന്താണ് ആദ്യം പഠിക്കാം, അതിനുശേഷം അപ്പോൾ ഒരു വാങ്ങാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയാമെന്നുള്ളത് പേരെന്താണെന്ന് മാത്രം അറിയാം. നിങ്ങളുടെ പേരെന്താണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഈ പൊട്ടത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് ഞാൻ ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചു. അതെങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? അല്ല അതിലിതുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ചോദിച്ചത് ഇതിപ്പോൾ സാധാരണ റഷ്യനിൽ ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇതിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത് കാക്കത്തെ നസുവായസ എന്ന് ചോദിക്കാം. പക്ഷെ എനിക്കറിയാന്നുള്ളത് നിങ്ങളുടെ പേരെന്താണ്, വാട്ടിച്ചേർന്ന എന്നുള്ളതാണ്. അപ്പം ഞാനത് പൊട്ടാറ്റോ ചൂണ്ടിയിട്ട് ചോദിച്ചത് ആക്ച്വലി വാട്ടിച്ചേർന്ന എന്നാണ്, കാക്കവാ സൗത്ത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവരുടെ പേരിലേ ചോദിച്ചത്. അവർ പറഞ്ഞു താനിയ. ഞാൻ 2 കിലോഗ്രാം താനിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇത് തന്നെ മതിയാവും എങ്ങനെയാണ് ഒരു ഫോറിനർ റഷ്യയിൽ വന്ന് റഷ്യൻ ഭാഷ പഠിക്കുന്നു എന്നുള്ളത്. അതുപോലെ ഹോസ്റ്റലിൽ തന്നെ ഒരിക്കൽ മറ്റാൾക്കാർ വരുന്നത് മുമ്പ് തന്നെ വേറെ കാര്യം പറഞ്ഞു, ഒരു 2 കിലോഗ്രാം പൊട്ടാറ്റോ വന്നു കേട്ടോ. മനസ്സിലായി. അപ്പോൾ ഞാനിപ്പോ കഴിഞ്ഞ നവംബർ 2 ഒരു കോൺഫറൻസിന് പോയപ്പോൾ അതിന്റെ പ്രധാന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റഷ്യൻ വേൾഡ് ഇൻ ദ പ്രസന്റ് ജിയോഗ്രാഫിക്കൽ സിറ്റുവേഷൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ പലതും ഞാൻ പറഞ്ഞു. ഉദാഹരണമായിട്ട് ഇപ്പോഴത്തെ ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ഒരു റൂസോഫോബിയ, അതിനെതിരെയുള്ള ഒരു സ്ട്രോങ് വെപ്പണാണ് ദസ്തയേവ്സ്കിയുടെയും പുഷ്കിൻ്റെയും ചെക്കോവിൻ്റെയൊക്കെ കൃതികളിലുള്ള ഓരോ റഷ്യൻ വാക്കുകൾ. കാരണം ലിറ്ററേച്ചറിൽ സ്ട്രോങ് ആണല്ലോ, അത് മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. എത്രത്തോളം റീറൈറ്റ് ചെയ്താലും ലിറ്ററേച്ചറിൽ ഉള്ള റഷ്യക്കാരുടെ കോൺട്രിബ്യൂഷൻ മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ യൂറോപ്പിന്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ കഥ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞത് 2 കിലോഗ്രാം പൊട്ടാറ്റോ എനിക്ക് തന്നു. പിന്നീട് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പൊട്ടാറ്റോയുടെ യഥാർത്ഥ പേര് കത്തോഷ്കയാണെന്നും താനിയ എന്നുള്ളത് ഒരു പേരാണെന്നും മനസ്സിലാക്കിയപ്പോൾ അപ്പോഴേ ആലോചിച്ച് എന്നിട്ടും ഈ കുട്ടി എനിക്ക് തന്നല്ലോ. അപ്പോൾ മനസ്സിലായി, അന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് എന്തുകൊണ്ടാണ് റഷ്യക്കാർക്ക് ഇത്ര കൃത്യമായിട്ട് ഇന്ത്യക്കാരെ മനസ്സിലാവുന്നുള്ളത്. ഇത് തന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു തമാശയായിട്ട് ഞാനത് പറഞ്ഞത് വീണ്ടും ഞാൻ അത് ഓർത്തെടുക്കുകയായിരുന്നു. അതുപോലെ ഹോസ്റ്റലിൽ ഈ മറ്റു സീനിയേഴ്സ് വരുന്നതിന് മുമ്പ് ഹോസ്റ്റലിൽ മുട്ട വാങ്ങാൻ വരുന്നു. അപ്പോൾ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ട്, പക്ഷെ ചിക്കൻ്റെ പേര് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എയ്റ്റ്സോ, ഈ മാമ എയ്റ്റ്സോ എഗ്ഗും അമ്മയും എന്നുള്ള രീതിയിൽ. അപ്പോൾ കൃത്യമായിട്ട് അവരത് തരികയും ചെയ്തു. അപ്പോൾ ഈ റഷ്യയുടെ ഈ ഭാഷയായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അത് വളരെ ഓർക്കാൻ പറ്റുന്നത് നമ്മുടെയൊക്കെ ഈ നഴ്സറി പഠിക്കുന്ന കാലം ഓർമ്മ വരും. അന്നത്തെ കാലത്ത് പ്രിപ്പറേറ്ററി ഫാക്കൽറ്റി പഠിക്കുമ്പോൾ, കാരണം ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പല ഇംഗ്ലീഷ് മീഡിയമാണ്. ഇംഗ്ലീഷ് മീഡിയം പഠിക്കാൻ പോകുന്നവർ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് മലയാളികളുണ്ടാവും, മലയാളത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്കാരുണ്ടാവും, പിന്നെ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിക്കുന്നത്. നമ്മൾ സ്കോളർഷിപ്പ് കിട്ടി പോകുമ്പോൾ സാധാരണ അതല്ല ഉണ്ടാവുന്നത്. ഞാനൊക്കെ പോകുന്ന സമയത്ത് ഒരു കത്ത് അച്ഛൻ എഴുതിയാൽ അച്ഛൻ്റെ മറുപടി വരുമ്പോൾ ഒരു 4 മാസം കഴിയും. 2 മാസം അവിടെ നിന്ന് ഇങ്ങോട്ട് 2 മാസം എൻ്റെ റിപ്ലൈ വരുന്നത്. ഒരു വർഷത്തിലാകെ 2-3 കത്തേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഫോൺ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ തരും. അപ്പോൾ പക്ഷേ അതൊരു വേറൊരു ലൈഫായിരുന്നു. കാരണം ഈ പ്രിപ്പറേറ്ററി ഫാക്കൽറ്റിയിൽ നമ്മുടെ ABCD എന്ന് പഠിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ നേഴ്സിൽ A എന്ന് പഠിപ്പിക്കുന്നത് പോലെയാണ് റഷ്യൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ടീച്ചറുണ്ടാവും. ടീച്ചർ ഇത് പഠിപ്പിക്കുന്നതും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എല്ലാം തന്നെ പറയുമ്പോൾ ഈ നഴ്സറി സംഭവം നമുക്ക് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് അസുഖം വന്നാൽ വീട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവരിക, അല്ലെങ്കിൽ കൂടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു നഴ്സറി കാലത്തെ അനുഭവം തന്നെയായിരുന്നു 19 വയസ്സിലും എനിക്ക് അവിടെ വീണ്ടും കിട്ടിയെന്ന് പറയുന്നത്.
ശരി സാർ, അപ്പം നമുക്കൊരു ഇടവേള എടുക്കേണ്ട ഒരു സമയമായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇടവേളയ്ക്ക് ശേഷം കേൾക്കാം. നമുക്ക് ഇടവേള കഴിഞ്ഞു വരാമെന്നൊന്ന് റഷ്യൻ ഭാഷയിൽ പറയാൻ പറ്റും? Mi stretching supposedly malingevo intervala lipidiriva. അപ്പം അതുപോലെ Komenčeske posade. ഉണ്ടല്ലോ, ഓഡിയോ ഉണ്ടല്ലോ. വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റഷ്യൻ ഓണററി കൗൺസിൽ ഓഫ് ജനറലും അതേപോലെ തന്നെ റഷ്യൻ കൾച്ചറൽ സെന്റർ ഡയറക്ടറുമായ രതീഷ് സി നായരാണ്. വെൽക്കം ബാക്ക് സർ. നമ്മള് ഇപ്പം സാറിന്റെ ഒരു അനുഭവം അങ്ങനെ രസകരമായിട്ടുള്ള കുറെ വിശേഷങ്ങൾ പറഞ്ഞു. നമ്മൾ കുറച്ചുകൂടി ഒരു സീരിയസ് മോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എക്കാലത്തെയും ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ് റഷ്യ. ഇപ്പം പുടിൻ മോദി ബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. അവര് ഒരു രണ്ട് ലോക നേതാക്കൾ തമ്മിലുള്ള അതെ അതെ ബന്ധത്തിനപ്പുറം ഒരു വലിയൊരു ഫ്രണ്ട്ഷിപ്പ് കൂടി നമുക്ക് അവരുടെ ബന്ധത്തിൽ കാണാൻ സാധിക്കും. ഇപ്പൊ പ്രധാനമായും ഇന്ത്യ റഷ്യ ബന്ധത്തിലേക്ക് വരുമ്പോൾ ഈ ആയുധ കരാറ്, ഈ സൈനിക ശക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധങ്ങൾ, അത് തന്നെയല്ലേ പ്രധാനപ്പെട്ട ഒരു ഏടായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്? ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സഫയർ റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ആയുധത്തിന്റെ. അത് ജനറലി ഇന്ത്യയുടെ ഒരു പോളിസിയാണ് ഡിപ്പെൻഡൻസി കുറയ്ക്കുക എന്നുള്ളത് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ളത്. എങ്കിലും ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു വലിയൊരു പാർട്ണർ റഷ്യ തന്നെയാണ്. ഇത് കൂടാതെ ഇപ്പോഴും പുതിയ ഡെവലപ്മെന്റ്, പ്രത്യേകിച്ച് 2022 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓയിൽ പാർട്ണർ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യ ഓയിൽ മേടിക്കുന്നതും റഷ്യയിൽ നിന്നാണ്. എനിക്ക് ഓർമ്മയുണ്ട് പലപ്പോഴും ഈ രണ്ട് ലീഡേഴ്സ് കാണുമ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ബയലാട്രൽ ട്രേഡ് ഒരു $10 ബില്യൺ ഉയർത്തണം. അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ബയലാട്രൽ ട്രേഡ് എന്ന് പറയുമ്പോഴും അപ്പോഴും ഒരു ഇൻബാലൻസ് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇപ്പോൾ മിഗ് ആയാലും അല്ലെങ്കിൽ സുഖോയ് ആയാലും ഒക്കെ വാങ്ങുമ്പോൾ അവിടെ നിന്നുള്ള ഇമ്പോർട്ട് ഇന്ത്യയിലേക്ക് കൂടുകയാണ്. തിരിച്ചങ്ങോട്ട് വളരെയധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് എങ്ങനെയെങ്കിലും കൂട്ടുക, ഇന്ത്യയിലുള്ള എക്സ്പോർട്ട് കൂട്ടുക, അല്ലെങ്കിൽ പിന്നെ ഈ ട്രേഡ് ഇംബാലൻസ് കുറയ്ക്കുക എന്നുള്ളത് രണ്ട് രാജ്യങ്ങളുടെ നേതാക്കന്മാർ തമ്മിലുള്ള എപ്പോഴും ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സംഭവിച്ചത് കൂടുതൽ ഓയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ഈ ട്രേഡ്, ബയലാട്രൽ ട്രേഡ് വളരെയധികം ഉയർന്നു. മുമ്പ് 10 ബില്യൺ എന്ന് പറഞ്ഞത് 10 ബില്യന്റെ 7-8 ഇരട്ടിയിലേക്ക് മാറി. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് രംഗത്ത് ബന്ധം കൂടുതൽ സ്ട്രോങ് ആയി. പക്ഷേ ഒരു ബയലാട്രൽ ട്രേഡിൽ ഒരു കുഴപ്പം വരുന്നതെന്ന് വെച്ചാൽ ഈ ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം. ഒരു ട്രേഡ് ഇംബാലൻസ് ഇപ്പോഴും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡിലുണ്ട്. ഇവിടുന്നുള്ള എക്സ്പോർട്ട് കുറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഡീഡോളറൈസേഷന്റെ ഒരു മെക്കാനിസം നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് റൂപ്പി പേയ്മെന്റ് മെക്കാനിസത്തിലേക്ക് ഇത് പോകുമ്പോൾ, റൂബിളിലേക്ക് ട്രേഡ് പോകുമ്പോൾ നമുക്ക് ട്രേഡ് ബാലൻസ് വളരെ പ്രധാനമാണ്. അത് ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ മുമ്പ് എക്സ്പോർട്ട് ഇമ്പോർട്ട് വരുമ്പോൾ ബാക്കി വരുന്നത് ഡോളറായിട്ട് ഫോറിൻ കറൻസി ആയിട്ട് റിസർവ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു 100 രൂപയുടെ സാധനം റഷ്യയിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയുടെ സാധനം ഇവിടുന്ന് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്താൽ മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതുണ്ടാവുന്നില്ല. റഷ്യയിൽ നിന്ന് ധാരാളം ഓയിൽ വാങ്ങുന്നുണ്ട്, തിരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് കുറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ കണക്കനുസരിച്ച് 56 ബില്യൺ റഷ്യയുടെ ഡോളർ ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനെങ്കിൽ റഷ്യൻ ഗവൺമെന്റ് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള റഷ്യയിലേക്കുള്ള ഇമ്പോർട്ട്, അതായത് ഇവിടെ നിന്നുള്ള എക്സ്പോർട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിന് സ്ബെയർ ബാങ്ക് ഇപ്പോൾ ഡൽഹിയിലും ബോംബെയിലും അവരുടെ ബ്രാഞ്ചസ് തുടങ്ങി. സ്ബെയർ ബാങ്കിന് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് നമ്മളും സഹകരിക്കുന്നതാണത്. ഇന്ത്യയിലെ മാനുഫാക്ചറേഴ്സ്, ഇപ്പോൾ ഇൻഡസ്ട്രി പോലാണെങ്കിൽ കേരളത്തിലെ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സ് അവരുടെ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒരു എക്സ്പോർട്ടിംഗ് കമ്മോഡിറ്റി എന്തായിരിക്കും നമ്മുടെ രാജ്യത്ത് നിന്ന്? അല്ല, ഇപ്പോൾ റഷ്യക്ക് എല്ലാം വേണ്ടി വരും. ഇപ്പോഴത്തെ ഈ ഒരു പല സാങ്ഷൻ കാരണം യൂറോപ്പിൽ നിന്നും മറ്റും പലതും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ റഷ്യയുടെ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. ഇപ്പോ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യുക്രൈൻ റഷ്യ വാറിന്റെ പശ്ചാത്തലത്തിലാണോ? സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ, അതാണ്
ഓക്കെ. സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ തുടങ്ങിയതിന് ശേഷം ഈ സാങ്ഷൻ വന്നല്ലോ. അപ്പോൾ പല വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് മുമ്പും റഷ്യ ഉണ്ടായിരുന്ന ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് ഇപ്പൊ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർക്ക് പല സാധനങ്ങൾ ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം രാജ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യ അതിലൊരു ഫ്രണ്ട്ലി കൺട്രിയാണ്. ഇന്ത്യ ഒരു ഫ്രണ്ട്ലി കൺട്രിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ട് അവരെ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പല കമ്മ്യൂണിറ്റീസും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതിപ്പോ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ആയാലും, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് കൺവെൻഷണൽ ആയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ടീ കോഫി ഒക്കെ ആയാലും, അല്ലെങ്കിൽ കാഷ്യൂ ആയാലും, ലാറ്റസ്റ്റ് പ്രോഡക്ട്സ് ആയാലും, എന്ന് മാത്രമല്ല ഇപ്പൊ എല്ലാ മേഖലയിലും ഈവൻ കാർ പോലും അവർക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അത് ഇന്ത്യക്കാർ ബിസിനസ്സുകാർ മനസ്സിലാക്കുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യക്കാർ ഇപ്പോൾ ഇന്ത്യൻ ബിസിനസ്സുകാർ, നോട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഓർ കോമൺ പീപ്പിൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ട്രേഡ് രംഗത്തുള്ളവർ ഇപ്പോഴും വിചാരിക്കുന്നത് റഷ്യ എങ്ങനെയാണോ 1990s റഷ്യ എങ്ങനെയാണ് അതേ റഷ്യ ആണ് എന്നുള്ളതാണ്. അത് വളരെ മാറിയത്. റഷ്യ ഏതൊരു യൂറോപ്യൻ രാജ്യത്തെയും കാളും ഡെവലപ്പ് ചെയ്ത രാജ്യമായി മാറി. ബൈയിങ് കപ്പാസിറ്റി ഉണ്ട്. ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പൊ പ്രോബ്ലം ഒട്ടുമില്ല. കാരണം വെച്ചാൽ അവരുടെ രൂപ ഉപയോഗിച്ച് തന്നെ ട്രേഡ് നടത്താൻ പറ്റുന്നതാണ്. അത് ഇന്ത്യയിലെ ബിസിനസ്സുകാർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇന്ത്യയുടെ വ്യവസായ രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടത്തിനുള്ള ഒരു അവസരമാണ് മുന്നിലുള്ളത്. രംഗത്ത് കുതിച്ചുചാടാനുള്ള ഒരു അവസരമാണത്. പക്ഷെ അതിന് ഈ എന്താ പറയുന്നത്, ഈ റഷ്യയെ കുറിച്ചുള്ള സങ്കല്പം അവർ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അവർ നേരിട്ട് പോയി റഷ്യയെ കാണണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് കൂടാതെ അല്ലെങ്കിൽ ട്രേഡ് മാഗസിനൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോൺസുലേറ്റ് ട്രേഡ് റെപ്രസെന്റേഷൻ ഓഫീസർ ഡൽഹിയിലുണ്ട്. അപ്പൊ ഈ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു ചാൻസ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ അവസരം ഇത് ഒരിക്കലും കിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രേഡ് ഇംബാലൻസ് ഉണ്ട്, എക്സ്പോർട്ട് പ്രോത്സാഹിക്കുന്ന സമയമാണ്. റഷ്യക്ക് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കോമഡിറ്റീസ് ആവശ്യമാണ്. ഇത് പക്ഷേ ഇത് ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമുണ്ട്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ റഷ്യയിൽ നിന്ന് വരുന്ന ബിസിനസ് ഡെലിഗേഷനും കൂടുതലും ചിലപ്പോൾ ഡൽഹിയിൽ വന്ന് തിരിച്ചു പോകാറുണ്ട്. പക്ഷെ അത് നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ള കേന്ദ്രീകരിച്ചിരുന്ന ബിസിനസ്സുകാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സൗത്ത് ഇന്ത്യൻ ഫോറം ഫോർ ബിസിനസ് വിത്ത് റഷ്യ എന്നുള്ളൊരു പുതിയ ഒരു സംരംഭത്തിനും ഇനിഷ്യേറ്റീവ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും പോയി നമ്മൾ ഒരു ഹൗ ടു ഡു ബിസിനസ് വിത്ത് റഷ്യ എന്നൊരു ക്ലാസ് എടുക്കുക. അതിന് സ്പെയർ ബാങ്ക്, റഷ്യൻ ട്രേഡ് കമ്മീഷനിൽ നിന്ന് ആൾക്കാർ വരും. ഇതൊന്ന് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് അവരെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഒരു ഡെലിഗേഷൻ തന്നെ അത് ടൂറിസം പ്ലസ് ട്രേഡ് എന്നുള്ള രീതിയിൽ ഒരു ടൂറിസ്റ്റായിട്ട് പൊയ്ക്കോട്ടെ. പക്ഷേ സ്പെയർ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ വേറ്റബേ യൂണിവേഴ്സിറ്റിയിൽ മോസ്കോ ഗവൺമെന്റിന്റെ ഒരു റഷ്യയായിട്ട് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു സംരംഭമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരള ട്രാവൽസിനായിട്ട് നമ്മളൊരു ഇതിന്റെ ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടൊരു ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ട്രേഡ് രംഗത്തും എനിക്ക് പറയാനുള്ളത്. ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. നമ്മള് ഇന്ത്യയുമായിട്ടുള്ളൊരു ഇപ്പോൾ ഈ ആയുധ കരാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചു. ഈ ബിസിനസ്സിലൊക്കെ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ എത്രത്തോളം ഈ ഒരു അവസരം മുതലാക്കാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ബഹിരാകാശ ദൌത്യത്തിലും ഇന്ത്യയെ സഹായിക്കുന്നതിൽ അല്ലെങ്കിൽ ആ ഒരു വലിയ പങ്ക് റഷ്യക്കും കൂടി ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്തരത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആദ്യമായി മനുഷ്യനെ ഇന്ത്യയിൽ നിന്ന് ആ ഒരു ദൌത്യം ഗഗൻയാൻ ദൌത്യമൊക്കെ നടക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് രാകേഷ് ശർമ്മയെ ബഹിരാകാശത്തിലേക്ക് പോയ ആ ഒരു സംഭവം ഒക്കെ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. വളരെ വളരെ കോൺഫിഡൻസ് ആണ്. കാരണം ഇന്നലെ ഞാൻ അദ്ദേഹമായിട്ട് ഒരു വാട്സാപ്പ് ചാറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ രാകേഷ് ശർമ്മ അതിപ്പോ കൂണൂരിലുള്ളത്. കാരണം ഈ ഏപ്രിൽ 3 അദ്ദേഹം സ്പേസിൽ പോയതിന്റെ വാർഷികം. നമ്മളിവിടെ ടാസ്, റഷ്യൻ ന്യൂസ് ഏജൻസി ടാസ് എടുത്ത ഫോട്ടോകളുടെ എക്സിബിഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിന് അപ്പോൾ ടാസിലെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, പെർഫോം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതേ ഉള്ളൂ. അതെ, അത് 84 അദ്ദേഹം സ്പേസിൽ പോയത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. സ്പേസ് മേഖലകളിലും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ എനർജി, ഈ 2 മേഖലകളിലും മറ്റു രാജ്യങ്ങൾക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു സഹകരണമാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉള്ളതെന്ന് പറയാം. ഇപ്പൊ ഗഗൻയാൻ പോകുന്ന ആൾക്കാരുടെ പരിശീലനവും റഷ്യയിലായിരുന്നു. അതെ അതെ. ഈ യൂറി ഗഗാറിന്റെ ബഹിരാകാശ യാത്രയുടെ ഒരു ആഘോഷം ഇവിടെയും നടന്നല്ലോ, സ്മരണ പുതുക്കിക്കൊണ്ട് 60ാം വാർഷികം. അതിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി ഞാൻ വാർത്തകളിൽ കണ്ടു. നമ്മുടെ ഗഗാറിന്റെ എന്ന പേരുള്ള കേരളത്തിലെ ആളുകളുടെ ഒരു സംഗമം. യൂറി ഗഗാറിൻ ജനിച്ചിട്ട് ഈ മാർച്ച് 9-ാം തീയതി 2 ദിവസം മുമ്പ് 90 വർഷമായി. അപ്പൊ അതിന്റെ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട്.
ഇത് അദ്ദേഹം സ്പേസിൽ പോയതിന്റെ വാർഷികം വരുന്നത് ഏപ്രിൽ 12-നാണ്. പക്ഷേ ഇതൊരു 60 വർഷം ആയപ്പോഴാണ് 2021 ഏപ്രിൽ 12-നാണ് കേരളത്തിൽ ഗഗാറിൻ എന്ന പേരുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ 16 പേരല്ലേ? കണ്ണൂരിലുള്ള ഒരാളുടെ പേര് യൂറി ഗഗാറിൻ തന്നെയാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ഗഗാറിൻ 1-2 ഗഗാറിനൊക്കെയുള്ള ഗഗാറിൻ സീനിയർ ജൂനിയർ ഒക്കെ ആയിട്ടുള്ള അതും രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അതോടൊപ്പം ഇത് മാത്രമല്ല, റഷ്യൻ പേരുള്ള മലയാളികൾ ധാരാളം പേരുണ്ട്. തെരഷ്കോവ എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ട് ആലപ്പുഴ. ദസ്തേവ്സ്കി എന്ന പേരുള്ള, പ്രത്യേകിച്ച് പെരുമ്പടം സാറിന്റെ ആരാധകനായ ഒരു ഓട്ടോ ഡ്രൈവറാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഓട്ടോറിക്ഷയ്ക്ക് പേരിട്ടത് ദസ്തേവ്സ്കി എന്നാണ്, കുഞ്ഞിന് പേരിട്ടത് ദസ്തേവ്സ്കി എന്നാണ്. അപ്പൊ പെരുമ്പടം സാറ് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. അത് കൊച്ചിയിലാണെന്ന് തോന്നുന്നു. ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. കാരണം ദസ്തേവ്സ്കിയുടെയും 200-ാം ജന്മവാർഷികത്തിന് അന്ന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നടന്നില്ല. പക്ഷെ എനിക്ക് കാണുന്ന ആഗ്രഹം ഉള്ള ഒരു കുട്ടിയാണത്. പുഷ്കിൻ എന്നുള്ള പേരുള്ള കവിയുണ്ട് ഇവിടെ. അങ്ങനെ റഷ്യൻ പേരുള്ള ധാരാളം പേര്. പിന്നെ ലെനിൻ സ്റ്റാലിനൊക്കെ ആവശ്യം പോലെ ഉള്ളതാണ്. ഇതെല്ലാം തന്നെ ഒരു റഷ്യയും കേരളവും തമ്മിലുള്ള ബന്ധത്തിനൊരു ഉദാഹരണമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ കൾച്ചറൽ സെന്ററിലെ ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോൾ ഈ ലിറ്ററേച്ചറിനെ പ്രോത്സാഹിപ്പിക്കുക, റഷ്യൻ ലിറ്ററേച്ചറിന്റെ ഒരു പ്രോത്സാഹനം, അതോടൊപ്പം തന്നെ മറ്റ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ഉള്ളത്? അത് ഈ റഷ്യൻ പൗരന്മാർക്ക് വേണ്ടി മാത്രമാണോ? അല്ല, റഷ്യൻ കൾച്ചർ സെന്റർ നേരെ തിരിച്ചാണ്. കൂടുതലും മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മലയാളികൾക്ക് റഷ്യൻ ഭാഷയും റഷ്യൻ സംസ്കാരവും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിപ്പോൾ ട്രിവാൻഡ്രത്ത് മാത്രമല്ല, കഴിഞ്ഞ വർഷം ഇൻസൈറ്റ് പബ്ലിക് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സഹകരിച്ച് കോഴിക്കോട് റഷ്യൻ ഫെസ്റ്റിവൽ നടത്തുകയുണ്ടായി. കോവളം ക്രാഫ്റ്റ് വില്ലേജുമായി സഹകരിച്ച് ധാരാളം പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. കൂടാതെ റഷ്യൻ ഭാഷ പഠനം, അത് ഇവിടുത്തെ ഒരു റഷ്യൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ വർഷം നമ്മൾ സെന്റ് പീറ്റേഴ്സ്ബർഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചിട്ട് റഷ്യൻ 150ഓളം പേർക്ക് ഫ്രീ ആയിട്ട് റഷ്യൻ പഠിപ്പിക്കുന്നുണ്ട്. അത് ഓൺലൈനാണ് തുടങ്ങിയത്. അതിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ അടുത്ത മാസം ഒരു ഓഫ്ലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. ടീച്ചർ അവിടെ തന്നെയാണ് ഇതിനുവേണ്ടി വരുന്നത്. കൂടാതെ 2 പുതിയ ബാച്ചുകളും തുടങ്ങുന്നുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രിബ്യൂഷനാണ് ടൂറിസം രംഗത്ത് മാത്രമല്ല, ഒരു മനുഷ്യത്വപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഗാർഡ്സിന്റെ കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ ഒരാൾ മരിക്കുമ്പോഴാണ് അറിയുന്നത് എത്ര പേരാണ് മരിക്കപ്പെടാതെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കോൺട്രിബ്യൂഷനാണ് ലൈഫ് ഗാർഡ്സിന്. അപ്പോൾ ലൈഫ് ഗാർഡ്സിന് ഫ്രീ ആയിട്ട് റഷ്യൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം റെഡ് ഫ്ലാഗ് എന്താണ് സൂചിപ്പിക്കുന്നത്, ഗ്രീൻ എന്താണ്, അങ്ങനെ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും അറിയാമെന്നുള്ളതാണ്. ടൂറിസം രംഗത്തെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ കേരളം റഷ്യൻ സന്ദർശകരുടെ ഒരു ഇഷ്ട കേന്ദ്രമാണ്. ഗോവ കഴിഞ്ഞാൽ റഷ്യക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു ഇന്ത്യൻ ഡെസ്റ്റിനേഷനാണ് കേരളം. പ്രത്യേകിച്ച് ഒരു ഹൈ എൻഡ് ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത് ആയുർവേദത്തിന് വരുന്ന ഒരു സ്ഥലമാണ് കേരളം. ചാർട്ടർ ഫ്ലൈറ്റിൽ വരുന്ന റഷ്യൻ ബിസിനസ്സുകാർ തന്നെ കേരളത്തിൽ ഉണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. ടൂറിസം രംഗത്ത് സഹകരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് 1 വർഷം മുമ്പ് 2022 നവംബർ ഡിസംബറിൽ ട്രിവാൻഡ്രത്ത് ഇൻഡോ റഷ്യൻ ബൈലാറ്ററൽ ട്രാവൽ ഫെയർ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് നടത്തിയത്. അത് റഷ്യൻ ടൂർ ഓപ്പറേറ്റേഴ്സിനെ കൊണ്ടുവന്ന് കേരളം കാണിക്കുക, അപ്പോൾ ഇവിടുത്തെ ഹോട്ടലേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ചെസ് ക്ലാസ് ഉണ്ട്, പിയാനോ ക്ലാസ് ഉണ്ട്, ഇൻഡോ റഷ്യൻ വിമൻസ് ഫോറം, ഇൻഡോ റഷ്യൻ യൂത്ത് ക്ലബ് ഒക്കെ വളരെ ആക്റ്റീവാണ്. റെഗുലറായിട്ട് ഫിലിം ഷോ ഒക്ടോബറിൽ നമ്മളൊരു 4 ദിവസം നീളുന്ന ഒരു റഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നുണ്ട്. 28 സിനിമകൾ കാണിക്കുന്നുണ്ട്. ആർക്കും എൻട്രി ഉണ്ടാകുമോ ഇതിലേക്ക്? നമ്മൾ സാധാരണ ചെയ്യുന്നത് താങ്ക്സ് ടു മീഡിയ നമ്മൾ ആദ്യം ഒരു അനൗൺസ്മെന്റ് നടത്തും. അതിൽ ഫ്രീ പാസസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞൊരു പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഫ്രീ പാസ് കളക്ട് ചെയ്യാം. കാര്യം അങ്ങനെയാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എത്ര പേര് വരുമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരക്ക് കൂടാൻ പറഞ്ഞ് വരാതിരിക്കും. ഇപ്പൊ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും എത്ര പേരുള്ളത്. മറ്റൊരു കാര്യം യൂണിവേഴ്സിറ്റി ലെവൽ തമ്മിലുള്ള ഡിസ്കഷനാണ്. യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ. കേരള യൂണിവേഴ്സിറ്റിയും റഷ്യയിലെ 2 യൂണിവേഴ്സിറ്റിയും തമ്മിൽ ആൾറെഡി എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. 3ാമതൊരു യൂണിവേഴ്സിറ്റിയാണ് സൈൻ ചെയ്യാൻ പോവുകയാണ്. ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുമായിട്ടും റഷ്യയിലെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് മെഡിക്കൽ അക്കാഡമി ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നു. സ്കൂളുകൾ തമ്മിലുള്ള സഹകരണം. ഇപ്പം പല സ്കൂളുകളിൽ ഇൻഡോ റഷ്യൻ സ്റ്റുഡൻസ് ക്ലബ് ഉണ്ട്. കഴിഞ്ഞ വർഷം റഷ്യയിൽ കേട്ടിട്ട് ആർട്ടെക് ക്യാമ്പ് ഉണ്ട്. ആർട്ടെക് ക്യാമ്പ് ഇന്റർനാഷണൽ ക്യാമ്പാണ്. കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ നിന്നും 3 കുട്ടികളാണ് പോയത്.
ഈ സ്കൂൾ കുട്ടികൾ. അതിൽ അതെ, ഈ 3 പേര് ഇന്ത്യയിൽ പോയി തിരുവനന്തപുരത്ത് വരാം. ഒരു കുട്ടി സരസ്വതി വിദ്യാലയം, 2 പേര് പൂജപ്പുര സെന്റ് മേരീസ് സെൻട്രൽ സ്കൂള്. അവിടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ദിമിത്രി മെൻഡലേവിന്റെ ജന്മവാർഷികം ആഘോഷിച്ചതും അവിടെ തന്നെയാണ് പീരിയോഡിക് ടേബിളിൽ. അതുപോലെ ഇപ്പോൾ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിനും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ സെന്റേഴ്സിന്റെ യൂത്ത് ക്ലബ് മെമ്പേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച, അതായത് മാർച്ച് 1 മുതൽ 7 വരെ ഉണ്ടായിരുന്ന വേൾഡ് യൂത്ത് ഫെസ്റ്റിവലിന് കേരളത്തിൽ നിന്ന് 10ഓളം പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂത്ത്, കാരണം അവർ തന്നെയാണ് നമ്മുടെ ഒരു ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പീപ്പിൾസ് ഡിപ്ലോമസി എന്ന് പറയുന്നത്, റഷ്യൻ ഇന്ത്യൻ ബന്ധം എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് ഏറ്റെടുക്കേണ്ടതാണ്. ലോക സമാധാനത്തിന് ഇൻഡോ റഷ്യൻ ബന്ധം മറ്റു രാജ്യങ്ങൾ ഫോളോ ചെയ്താൽ ലോക സമാധാനം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഡിപ്ലോമസിയിൽ പറയാറുണ്ട്, ദർ ആർ നോ പെർമനന്റ് എനിമീസ് ഓർ പെർമനന്റ് ഫ്രണ്ട്സ്, ഓൺലി പെർമനന്റ് ഇൻട്രസ്റ്റ് എന്ന് പറയും. പക്ഷെ അതിനൊരു എക്സെപ്ഷണലാണ് കേസാണ് ഇന്ത്യ റഷ്യൻ ബന്ധം എന്ന് പറയുന്നത്. ഈ ഒരു ബന്ധം മറ്റു രാജ്യങ്ങളിലേക്കുണ്ട്. കാരണം പഴയ ഫ്രണ്ട്സ് ആയിരിക്കില്ല പുതിയ ഫ്രണ്ട്സ് രാജ്യങ്ങൾ തമ്മിൽ. പക്ഷേ പുതിയ ഇപ്പോൾ തന്നെ ഫ്രണ്ട്ലി കൺട്രീസ് അല്ലെങ്കിൽ അല്ലാത്ത രാജ്യങ്ങൾ എന്നുള്ള ലിസ്റ്റ് ഉണ്ടല്ലോ. പക്ഷേ നാളെ മാറാം. സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായിരുന്ന കൂട്ടായ്മയല്ല ഇപ്പോൾ ഉണ്ടായിരുന്നത്, വേറെ മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മാറുമ്പോഴും ഈ ഫ്രണ്ട്ലി അല്ലാത്ത കൺട്രീസ് പിന്നീട് ഫ്രണ്ട്ലി ആയിട്ട് മാറുമ്പോൾ കൂടുതൽ അടുക്കാനായിട്ട് ജനങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നീട് ഫ്രിക്ഷൻ വരാതിരിക്കാൻ, ഫ്രണ്ട്ലി കൺട്രീസ് അല്ലാതായി മാറുമ്പോൾ ഒരു ഫ്രിക്ഷൻ വരാതിരിക്കാനും ജനങ്ങൾ തമ്മിലുള്ള ഒരു അറിവുണ്ടായിരിക്കും. അതൊക്കെ ഈ കൾച്ചറിനും ട്രഡീഷനും ലിറ്ററേച്ചറിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ കൂടുതലായിട്ട് ആളുകൾ ഈ കാനഡയിലേക്കും UK ലേക്കും ഒക്കെ പഠനത്തിനും സെറ്റിൽ ആവാനും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു കാലം കൂടിയാണ്. ഈ റഷ്യ അത്തരത്തിൽ മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു റഷ്യ ഇപ്പോൾ ഉദാഹരണമായിട്ട് സോവിയറ്റ് 75 വർഷത്തോളം വേറൊരു സോവിയറ്റ് രാജ്യം, വേറൊരു ഐഡിയോളജി, ഒരു രീതിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടാകാത്ത രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. പിന്നീട് ഇപ്പോൾ റഷ്യൻ ഫെഡറേഷനായി. ഇപ്പോൾ 90s റഷ്യൻ ഫെഡറേഷൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2000 ശേഷമാണ് റഷ്യ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം തന്നെ കൂടുതൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഏത് മറ്റ് ഡെവലപ്ഡ് കൺട്രീസിനേക്കാളും ഉയർന്നു നിൽക്കുന്ന രാജ്യമാണ് റഷ്യ. പക്ഷെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ വരുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ കാനഡയോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് പോലെ ഒരു ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഭാഷ ഒരു പ്രധാന കാര്യം തന്നെയാണ്. അതേസമയം പോകുന്നതിനേക്കാളും 100 ഇരട്ടിയോളം ആൾക്കാർ റഷ്യയിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റിക്കപ്പെടുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടും എഗെയിൻ താങ്ക്സ് ടു മീഡിയ കൃത്യമായിട്ട് പ്രസ് റിലീസ് കൊടുത്തിട്ട് അത് നമ്മൾ വാൺ ചെയ്യാറുണ്ട്. അത് ഇപ്പോഴും ഞാൻ പറയുന്നത് സൂക്ഷിക്കുക. റഷ്യയിൽ പല രീതിയിലുള്ള ഇങ്ങനെയൊരു വ്യാജമാർ ഏജൻസികൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ടൂറിസ്റ്റ് വിസയിൽ പോയി അവിടെ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അത് ശരിയല്ല. ടൂറിസ്റ്റ് വിസയിൽ പോയാൽ അത് ജോബ് വിസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ, എംപ്ലോയ്മെന്റ് വിസയായിട്ട് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വിസ വന്നിട്ടുണ്ട്. അപ്പോൾ വിസ ചെറിയ ഫോർജറിയൊക്കെ ചെയ്തിട്ട് അവരുടെ പേര് വെച്ച് പോകുന്നുണ്ട്. അത് തെറ്റാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ഇന്ത്യയിൽ തന്നെ കയറിപ്പോയില്ല. അത് കുറച്ചും കൂടെ സേഫാണ്. പക്ഷെ അവിടെ ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് പിന്നീട് അത് ജോബ് വിസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവിടെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതാണ് എന്ന് ഞാൻ മലയാളികളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമാവുകയാണ് സാർ. ഞാൻ വന്നപ്പോൾ ഈ റൂമിലേക്ക് കയറിയപ്പം ഇവിടെ താങ്കൾക്ക് ലഭിച്ച ഒരുപാട് മെഡല്, അവാർഡ് വാങ്ങുന്നതിന്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അപ്പം ആ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാൻ കഴിയോ അത് ഏതൊക്കെ ഫംഗ്ഷൻ ആയിരുന്നു, അവാർഡ്സ് ആണെന്ന്? പ്രധാനമായിട്ടുള്ളത് പുഷ്കിൻ മെഡല് ഏറ്റവും മുകളിലുള്ളത് അന്നത്തെ പ്രധാനമന്ത്രി വിക്ടർ സുക്കോ, അത് പുടിന് വേണ്ടി, റഷ്യൻ പ്രസിഡന്റിന് വേണ്ടിയിട്ട് സമ്മാനിച്ചാണ്. അത് സൈൻ ചെയ്ത് എക്സലൻസി വ്ളാദിമിർ പുടിനാണ് പ്രസന്റ് ചെയ്ത് വിക്ടർ സുക്കോ. പിന്നെ മറ്റു മെഡലൊക്കെ അംബാസഡറാണ്. പിന്നെ അതുപോലെ 2 അംബാസഡർമാരുണ്ട് അതിൽ. ഇങ്ങനെ ഇതിൽ നമ്മുടെ ഫെഡറൽ ഏജൻസിയുടെ ഒരു അവാർഡുണ്ടോ, ഫൗണ്ടേഷൻ റോസ്കീമറിന്റെ ഉണ്ടാവും. ഇതിലില്ലാത്തത് റഷ്യൻ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഒരു മെഡലിന്റെ ഫോട്ടോ അതില്ല. അത് ഇതിലെടുത്ത് പറയാനുള്ളൊരു മെഡലാണ്. പിന്നെ ഓഫ് കോഴ്സ് ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, അദ്ദേഹം സാധാരണ റഷ്യൻ പ്രസിഡന്റ് തന്നെ തരുന്നതാണത്. പക്ഷെ അദ്ദേഹം അത് ഒപ്പിട്ടു. പിന്നെ ഈ കോവിഡിന് ശേഷം അദ്ദേഹം ഫൗണ്ടേഴ്സിനെ കാണുന്ന ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അതാണ് പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റഷ്യൻ അംബാസഡർ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് റഷ്യൻ പ്രസിഡന്റിന് വേണ്ടി സമ്മാനിച്ചത്. കൂടെയുള്ളത് ഇന്ത്യയെ പ്രതികരിച്ചുള്ള ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി ആണുള്ളത്. ഓക്കെ സർ. അപ്പം
നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും താങ്കളുടെ തിരക്കുള്ളൊരു ദിവസത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്രയും സമയം തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ മോർണിംഗ് വോയിസിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിനുകളിൽ കാണാം. പ്രേക്ഷകർ അപ്പോൾ ന്യൂസ് 18 തുടരുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.